നമസ്കാരം. ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്വേതാശ്വേതരോപനിഷത്ത് എപ്പിസോഡ് 87. ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 ജലത്തോടു കൂടിയതും പഞ്ചഭൂതങ്ങളാകുന്ന വളഞ്ഞ ഒഴുക്കു ചേർന്നതും 5 കർമ്മേന്ദ്രിയങ്ങളാകുന്ന തിരയടിക്കുന്നതും 5 ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന മനസ്സാകുന്ന മൂലമാർന്നതും ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന 5 ചുഴിയുള്ളതും 5 വിധം ദുഃഖമാകുന്ന പ്രവാഹവേഗമാർന്നതും 50 പ്രത്യയങ്ങളാകുന്ന ഭേദം ചേർന്നതും 5 കൈവഴികളോട് കൂടിയതുമായ ഈ സംസാരത്തിന്റെ ഉദ്ഭവസ്ഥാനമായ ബ്രഹ്മത്തെ ഞങ്ങൾ അറിയുന്നു. ഏതിൽ സർവഭൂതങ്ങളും ജീവിക്കുന്നു, ഏതിൽ ലയിക്കുന്നു, ആ മഹത്തായ ബ്രഹ്മചക്രത്തിൽ ജീവൻ താനും ഈശ്വരനും വേറെയാണെന്ന് ചിന്തിച്ച് ചുറ്റിക്കറങ്ങുന്നു. ക്രമേണ ഈശ്വര ഭജനത്താൽ ഈശ്വരനും താനും ഒന്നാണെന്ന ഐക്യബോധം വന്ന് മൃത്യുരഹിതമായ അവസ്ഥാവിശേഷം പ്രാപിക്കുന്നു. ഇതാകട്ടെ ഉത്കൃഷ്ടമായ ബ്രഹ്മമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഭോക്താവും ഭോഗ്യവും നിയന്താവും ആയ 3 അടങ്ങിയിരിക്കുന്നു. അത് എല്ലാറ്റിനും സ്ഥിരമായ ആശ്രയവും നാശരഹിതവുമാണ്. ബ്രഹ്മജ്ഞന്മാർ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ബ്രഹ്മത്തിനുള്ള വ്യത്യാസം മനസ്സിലാക്കി ബ്രഹ്മപരന്മാരായി ബ്രഹ്മത്തിൽ ലീനന്മാരായി ജനന മരണാത്മകമായ സംസാരത്തിൽ നിന്ന് മുക്തരായി ഭവിക്കുന്നു. അന്യോന്യം കൂടിച്ചേർന്നതും നാശമുള്ളതും നാശമില്ലാത്തതും വ്യക്തവും അവ്യക്തവുമായ ഈ വിശ്വം ഈശ്വരൻ ഭരിക്കുന്നു. അസ്വതന്ത്രനായ ജീവാത്മാവ് ഭോക്താവാണെന്ന അഭിമാനത്തിൽ ബന്ധിക്കപ്പെടുന്നു. പ്രകാശസ്വരൂപിയായ പരമാത്മാവിനെ അറിഞ്ഞ് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. സർവജ്ഞനും അജ്ഞനായിട്ടുള്ളവനും സർവശക്തനും അശക്തനും ഇങ്ങനെ 2 പേരും ജന്മരഹിതന്മാരാകുന്നു. ഭോക്താവിനോടും ഭോഗ്യ വിഷയത്തോടും കൂടിയുള്ള ഒന്ന് ജന്മരഹിതമാണ്. എപ്പോൾ ഈ 3 ബ്രഹ്മമെന്നറിയുന്നു, അപ്പോൾ ആത്മാവ് അന്തരഹിതനും വിശ്വരൂപനും അകർത്താവുമായി ഭവിക്കുന്നു. നമസ്കാരം. അടുത്ത എപ്പിസോഡിലെ ബാക്കി.